കോൺഗ്രസിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ നമ്മളോടൊപ്പം ഉണ്ട്. ഒന്ന് പാലക്കാട് സ്ഥാനാർത്ഥി, പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോകുന്ന സ്ഥാനാർത്ഥി. ഏതായാലും സർപ്രൈസ് എൻട്രി തന്നുകൊണ്ട് ആദ്യം ഷാഫി പറമ്പിലിനോട് തന്നെ ചോദിച്ചു. ഒരു സർപ്രൈസ് എൻട്രി ഇന്നലെ രാത്രി വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതുവരെ പേരിലൊന്നും നമ്മൾ വാർത്തകളൊന്നും കേട്ടിരുന്നില്ല. അപ്പൊ എന്താണ് തോന്നുന്നത്? അല്ല, ഞാൻ പ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നടക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ജനങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തുന്ന പാർട്ടിയാണ്, ജനങ്ങൾക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്ന പാർട്ടിയാണ്. ആ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം പറയുമ്പോൾ അതിന്റെ ഗൗരവത്തോടെ അതിന്റെ ഉൾക്കൊള്ളുന്ന ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഒരു പെട്ടെന്ന് വടകര സർപ്രൈസ് എന്നുള്ള കാര്യം തോന്നി. പിന്നെ അതിന്റെ കാര്യവും കാരണങ്ങളും പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നു. അതിനോട് കൂടെ നടക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. പാലക്കാട് മിസ് ചെയ്യില്ല. കാരണം ഞാൻ പാലക്കാടുമായിട്ട് ആ ബന്ധം അങ്ങനെ അറുത്തു മുറിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ബന്ധം തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ എനിക്ക് സൂചിപ്പിച്ചതുപോലെ KSU മുതൽ പ്രവർത്തനം നടത്തി എൻ്റെ ജന്മനാടാണ്. അപ്പം ജന്മനാടുമായിട്ടുള്ള ബന്ധം ആരും അറുത്തു മുറിക്കാൻ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു വൈകാരിക ബന്ധം നിലനിൽക്കും. അത് പദവികൾക്കും അവസരങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്കാണ്. ശൈലജ ടീച്ചറാണ് ഏറ്റവും എതിരെ വരുന്നൊരു ശക്തിയായ സ്ഥാനാർത്ഥി. അപ്പോൾ എങ്ങനെയായിരിക്കും ശൈലജ ടീച്ചറുമായിട്ട് നേരിടുമ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്ക് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത് ജനങ്ങൾ തന്നെയാണ്. അവരുടെ ചോയ്സും അവരുടെ ശക്തിയുമാണ് നമ്മുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളുമായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ ഞാൻ പറഞ്ഞു എങ്ങനെയായിരുന്നു പ്രവചനങ്ങൾ, വോട്ടെണ്ണലിന്റെ ദിവസമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ആ ശക്തിയിലൊക്കെ അവസാനം ജനമെടുക്കുന്ന തീരുമാനമാണ് വിജയിക്കുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എതിർ സ്ഥാനാർത്ഥിയുടെ ശക്തിയിലും അശക്തിയിലുമല്ല, ഞാൻ വിശ്വസിക്കുന്നത് വടകരയിലെ ജനങ്ങളുടെ ശക്തിയിലാണ്. അവര് ഞങ്ങളെ വിശ്വസിക്കുമെന്നുള്ളതും ഈ കാലത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു വോട്ട് UDFന്റെ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം അവർ തിരിച്ചറിയുമെന്നുള്ള അവരുടെ പൊളിറ്റിക്കൽ സെൻസിലും ഞങ്ങളുടെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ജയിച്ചു വരാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യവും രണ്ടാമത് പാലക്കാട് വീണ്ടും മത്സരത്തിന് വരുമ്പോൾ എങ്ങനെയാണ് കോൺഫിഡൻസ് കൂടുകയാണ്. വ്യക്തിപരമായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല ഷാഫി പറമ്പിൽ MLA-ക്ക്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വടകരയ്ക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളും ഉണ്ടാകും. അതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനമെടുത്തതിന് പൂർണ്ണമായിട്ട് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി BJPക്ക് നല്ല ഒരു ശക്തമായ മണ്ഡലമാണ് പാലക്കാട്. ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു ഛായയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ത്രികോണ മത്സരം ആകാം. പക്ഷെ പ്രധാന മത്സരം യഥാർത്ഥത്തിൽ LDFും UDFും തമ്മിലാണ്. പാലക്കാടിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ വിലയിരുത്തിക്കോളും? കഴിഞ്ഞ തവണയും അത്തരത്തിലുള്ളൊരു സാധ്യത എല്ലാവരും പ്രവചിച്ചിരുന്നു. പക്ഷെ ആ പ്രവചനങ്ങൾക്ക് അതീതമായി LDFും UDFും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടന്നത്. ഇത്തവണയും അതുപോലെ LDFും UDFും തമ്മിലാണ് ശക്തമായ മത്സരം നടക്കുക. തന്നെ വിജയരാഘവനാണ് LDFന്റെ സ്ഥാനാർത്ഥി, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? നല്ല കരുത്താണ് അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും തടി കൂടിയിട്ടുള്ള കരുത്തല്ല. അദ്ദേഹം പാർട്ടിയുടെ ഉന്നത നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചത് അഖിലേന്ത്യാ യൂത്ത് DYFIന്റെ പ്രസിഡന്റാണ്. അപ്പോൾ നേതാക്കന്മാരിലല്ല കാര്യം, ഇവിടെ ജനങ്ങളിലാണ്. നേരത്തെ ഷാഫി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ പിന്തുണ ഇത്തവണ UDFനാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റു രണ്ട് മുന്നണികളും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു പാലക്കാട്. അപ്പോ എപ്പോഴാണ് പ്രിയങ്കയുടെ പ്രചരണം എപ്പോഴാണ്? നിർത്തിയിട്ടില്ലല്ലോ. കഴിഞ്ഞ 5 വർഷവും അത് ഞാൻ മറുപടി പറയും. കഴിഞ്ഞ 5 വർഷവും ഒരിക്കൽ പോലും ഒരു അൺഅവൈലബിലിറ്റി മണ്ഡലത്തിൽ ഉണ്ടാക്കാത്ത ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. ഞാൻ പലപ്പോഴും ആലോചിച്ചു, ഇപ്പൊ അടുത്ത് തൃശ്ശൂർ നടന്ന പാർട്ടിയുടെ പരിപാടിക്ക് പോലും പുള്ളി ഇതിന്റെ അതിർത്തിയാർന്ന് അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം കഴിയാവുന്ന അത്രയും സമയവും ദിവസവും മാസങ്ങളും ഈ 5 വർഷവും മറ്റവർക്ക് തുടങ്ങണം, അവരാരംഭിക്കണം. ഹി വാസ് നെവർ ആബ്സെന്റ്. അദ്ദേഹത്തിന് തുടർന്നാൽ മതി, തുടങ്ങേണ്ട കാര്യമില്ല, തുടർന്നാൽ മതി. അത് സേവന പ്രവർത്തനങ്ങളാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ പാലക്കാട്ടെ പിറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വർഷമായിട്ട് പാലക്കാട് കാത്തിരിക്കുന്ന എത്ര വലിയൊരു നേട്ടത്തിലേക്കാണ് വീണ്ടും നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. അപ്പോൾ അതുൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾ അട്ടപ്പാടി മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളിയൂർ വരെയും വാളയാർ വരെയുള്ള സാന്നിധ്യം, അത് ഇതുപോലെ ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിക്ക് ഇനി ഒന്നും തെരഞ്ഞെടുപ്പാണ് വിചാരിച്ചിട്ട് പ്രത്യേകം തുടങ്ങേണ്ട കാര്യമില്ല, തുടർന്നുകൊണ്ടിരുന്നാൽ മതി. രണ്ടുപേർക്കും വിജയാശംസകൾ. താങ്ക് യു. പാലക്കാട് നിന്നും ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.